ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സ്. ഞാനിപ്പോൾ ഉള്ളത് കുറേ ആനകളുടെ ഒരു പൂരത്തിന് നടുവിലാണ്. അത് നമ്മളുടെ സ്വന്തം ദൈവത്തിൻ്റെ നാടായ കേരളത്തിൽ കൊച്ചിയിലുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ എപ്പിസോഡുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ദുബായിലേക്കാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദിവസം ഇനി ദുബായിലായിരിക്കും. അപ്പോൾ ദുബായിലുള്ള എന്തൊക്കെ കിട്ടും, എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ട്രാവൽ ചെയ്ത് തുടങ്ങുകയാണ്. സോ അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മുടെ പൂരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അടിപൊളിയാണ്. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗംഭീര ആനകളെ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. അതിൽ ഗുരുവായൂർ കേശവനും എല്ലാവരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ പൊളിയായിരിക്കും. ദുബായിയുടെ ലക്ഷറിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റുന്നതിൻ്റെ വിശ്വാസമാണ്. നമുക്ക് നോക്കാം. നിങ്ങളുടെയും എൻ്റെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ. മാത്രമേ ഉള്ളൂ. അവസാന നിമിഷം ഓടി കയറുന്നു. കണ്ട, ലേറ്റായി പോയി. എവിടെയോ പോയിരുന്നു. ലോഞ്ചിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ലേറ്റായി. ഞാനാണ് ലാസ്റ്റ്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ബൈ. അങ്ങനെ ഞാൻ ദുബായിൽ എത്തിയിരിക്കുന്നത് കണ്ടില്ലേ. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നേരെ ഇനി നത്തിങ് ടു ഡിക്ലെയർ. നേരെ പുറത്തേക്ക് പോവാണ്. എല്ലാം അടിപൊളിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ക്ലിയറായിട്ട് നടന്നു. ഡ്യൂ ഇവിടുത്തെ ഒരു സിം പ്രൊവൈഡറാണ്. യെസ്, ദുബായിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ഇറങ്ങിയത് ഒരു ചെറിയ എയർപോർട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു, ടെർമിനൽ 3. ഇത് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ലേ. ദുബായ് എന്ന് പറഞ്ഞിട്ട് അത് എമിറേറ്റ്സിൻ്റെ ആ ടെർമിനൽ 1 ആണ് സൂപ്പർ. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ. കുറേ കറൻസി എക്സ്ചേഞ്ച് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ. കറൻസി എക്സ്ചേഞ്ച്, കാർ റെൻ്റൽ, അതുപോലെ തന്നെ ഡ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ എത്തിസലാത്തും ഡ്യൂവും വളരെ പ്രധാനപ്പെട്ട 2 ടെലികോം പ്രൊവൈഡേഴ്സാണ്. അവർ സൂപ്പറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുബായിയുടെ ഭ്രാന്തപ്രദേശമല്ല, ടൗണിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. യെസ്. ഇനി ഇവിടുന്ന് ഏതെങ്കിലും ടാക്സി പിടിക്കുക, പോവുക. യെസ്, അങ്ങനെ നമ്മൾ ദുബായിലെത്തി. ഏകദേശം ഇവിടുത്തെ സമയം അനുസരിച്ച് ഏകദേശം 12 മണി ആവാറായി തോന്നുന്നു. പിന്നെ അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ദുബായിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു 5-8 ദിവസത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ദീപക്കേട്ടൻ, ഞങ്ങൾ കോയമ്പത്തൂർ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ്. ദീപക്കേട്ടൻ കോയമ്പത്തൂരുകാരനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ദീപക്കേട്ടൻ്റെ കൂടെയാണ് താമസിക്കാൻ പോണത്. അപ്പോൾ ദീപക്കേട്ടൻ ഇന്ന് ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ നേരെ വരുന്നൊരു ടാക്സി എടുത്ത് നേരെ ദീപക്കേട്ടൻ്റെ ഫ്ലാറ്റിലേക്കോ, ഫ്ലാറ്റാണോ വില്ലയാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവിടെ ചെല്ലും പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. കമോൺ. എന്തോരം ടാക്സി. ഇനിയിപ്പോൾ ഇവിടുന്ന് ടാക്സി കയറണമെങ്കിൽ എങ്ങനെ കയറേണ്ടതെന്ന് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ടാക്സി പിടിക്കണം. എങ്ങനെയാണ് ടാക്സി പിടിക്കണമെന്നോ കാര്യങ്ങളൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളെന്തായാലും ഇതില്ലാണ്ട് കയറി അവിടെ ചെല്ലുമ്പോൾ അവരൊരു ടാക്സി പിടിച്ച് തരുമായിരിക്കും. നമുക്ക് നോക്കാം. ചൂടാട്ടോ, നല്ല ചൂട്. ഞാൻ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ന്യൂസ് കണ്ടപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ആണെന്നായിരുന്നു. പക്ഷേ നല്ല ചൂട്.
നമ്മൾ സൊനാറ്റ എന്ന് പറഞ്ഞ കാറിലാണ് പോകുന്നത്. ഹലോ, സൊനാറ്റ എന്ന് പറഞ്ഞ കാറിലാണ് നമ്മൾ പോകാൻ പോണത്. നമ്മളുടെ ഗംഭീര കാറാണ്. ഹോണ്ടയുടെ വണ്ടി, ഹോണ്ടയല്ലേ, ഹുണ്ടായുടെ വണ്ടി, ഹുണ്ടായുടെ സൊനാറ്റ. അതിലാണ് നാട്ടിലേക്ക് പോകാൻ പോണത്. സെറ്റല്ലേ? താങ്ക് യു ബ്രദർ. തോമസ്, താങ്ക് യു തോമസ്. അപ്പം ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറുകയാണ്. കാരണം എന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. ഒരു മെട്രോ പോകുന്നുണ്ട്. ഒരു മെട്രോ ഗംഭീരമായിട്ട് വരും. പക്ഷെ കാണാൻ ശകലേ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു എർട്ടിക പോകുന്നുണ്ട്. എർട്ടിക. അങ്ങനെ നമ്മൾ ദുബായ് സിലിക്കോൺ ഒയാസിസിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേരാണത്. ഇവിടുത്തെ അസ്റ്ററിൻ്റെ ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലസ് ടവർ. കുഴപ്പമില്ലല്ലോ, അടിപൊളി സ്ഥലമാണല്ലോ. സംഭവം കിടും. വലിയ വലിയ ബിൽഡിങ്ങുകളും. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ പേര്, അൽ ഫലാഹ് റെസിഡൻസ്. ലോണ്ടറി ഒക്കെ ഉണ്ട്. ഈ ഫ്ലാറ്റിലാണ് ഇന്ന് ഞങ്ങളുടെ ദീപക്കേൻ്റെ കൂടെയുള്ള താമസം. പോയാലോ? അപ്പോൾ അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മളുടെ ദീപക്കേൻ്റെ ഫ്ലാറ്റാണ്. അടിപൊളി ഫ്ലാറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫാമിലിയോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. ദീപക്കേട്ടൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അടിച്ച് പൊളിക്കാനാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് അകത്തേക്ക് പോയാലോ? ഇനി ഫ്ലാറ്റൊക്കെ കാണണ്ടേ? ദീപക്കേട്ടൻ ഇവിടെ ഇല്ല, ഓഫീസിലാണ്. നമുക്ക് കാണാം. കീ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ദീപക്കേട്ടൻ ഇവിടെ കീ കൊടുത്തിരുന്നു. നേരെ ഇനി നമ്മളുടെ ഫ്ലാറ്റിലേക്ക് 6th ഫ്ലോറാണ്. ഓക്കെ, അങ്ങനെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. ദീപക്കേട്ടന് വേണ്ടി ഇനി വെയിറ്റിംഗ്. ദീപക്കേട്ടൻ എപ്പോൾ എത്തുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമുക്കപ്പോൾ എന്തായാലും റൂമിലൊക്കെ ചെന്നൊന്ന് സെറ്റ് ആവാം. കീ സെക്യൂരിറ്റിയുടെ ഞാൻ വാങ്ങിച്ചു. 6th ഫ്ലോർ 604 ആണ് പുള്ളിയുടെ ഫ്ലാറ്റ് നമ്പർ. ഓക്കെ, 604. 602 604 604 ഈ ഏരിയ ആണ്. ഇത് 605. കൊള്ളാലോ, ഒരു ഹോട്ടൽ റൂം പോലെയൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം. നല്ല കളറും കോമ്പിനേഷനും പരിപാടികളൊക്കെ കൊള്ളാം. യെസ്, ഇതാണ് 604. അപ്പോൾ ഇനി ഞാൻ കീ എടുക്കുന്നു. കീ എവിടെ? യെസ്, കീ എടുത്ത് ഒരു ബാച്ചിലറാണ് കുറേ ദിവസമായിട്ട് ദീപക്കേട്ടൻ. അപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ട് തന്നെ നമ്മൾ അറിയണം. ഒരു കൊള്ളാലോ. എവിടെ ലൈറ്റ്? ലൈറ്റ് ഇല്ല. ആ, യെസ്, ഇതാണ് ലൈറ്റ്. അപ്പോൾ നമുക്കകത്തേക്ക് ഭംഗിയായിട്ട് അങ്ങ് കയറിയാലോ. യെസ്, ഇതാണ് ദീപക്കേട്ടൻ്റെ ഫ്ലാറ്റ്. ഇതെന്താണ്? ഇത് ഫസ്റ്റ് തന്നെ ഒരു ടോയ്ലറ്റ്. കൊള്ളാലോ, നന്നായി. ആദ്യം തന്നെ ടോയ്ലറ്റിലേക്കാണ് നമ്മളുടെ ലുക്ക് പോയത്. ഇവിടെ ലൈറ്റ് ഉണ്ട്. യെസ്, കണ്ടോ, നല്ല ടോയ്ലറ്റ് ആണല്ലോ. അടിപൊളി. ഞാൻ ഈ പ്രോപ്പർട്ടി ഷോ ചെയ്ത് ടോയ്ലറ്റിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചൊക്കെ പറയും. ഇതാ ചെറിയൊരു കിച്ചൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഒരു ഡ്രോയിങ് റൂമും ഡൈനിങ്ങും. ഇതൊരു ദുബായിലെ ഒരു ജീവിതമാണ്. അതിന് പറ്റിയ നല്ല രീതിയിൽ നല്ല കൊള്ളാം, നൈസ്. അത് ബാൽക്കണി ആണെന്ന് തോന്നുന്നു. ഞാൻ ചെരുപ്പൊക്കെ ഒന്ന് ഊരിയിട്ട് നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പെട്ടി ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കിച്ചൺ. കൊള്ളാം, ഭഗവാന്റെ ഇത് ദീപക്കേട്ടൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഇപ്പം ഇല്ല, നമ്മൾ വിട്ടു പോയി. ദീപക്കേട്ടൻ അത് കോയമ്പത്തൂരുള്ളപ്പോൾ പോലും ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ ബാൽക്കണി നോക്കാം.
ഒന്ന് ബാൽക്കണി കാണാം. അവരുടെ കലയെ ഇല്ലാതാക്കരുതെന്നാണ് പറയുക. ചുമരുമ അവർ വരച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മൾ അവരുടെ വേണ്ടാന്ന് പറയരുത്. നമുക്ക് പിന്നീട് പെയിന്റ് അടിക്കാമല്ലോ, പെയിന്റ് അടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി അപ്പോൾ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇതൊരു പ്രോപ്പർട്ടി ഷോ പോലെ ആയോ? കബോർഡ് കാര്യങ്ങൾ, ദീപക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഫാമിലി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കാണുന്നില്ല. ഇനി നമ്മളുടെ ബാത്റൂം ടബൊക്കെ ഉള്ള ഒരു ഡീസൻറ്റ് ക്ലീൻ അടിപൊളി ഒരു ബാത്റൂം. കൊള്ളാലോ, ടബൊക്കെ ഉണ്ട്. അവിടെ നിന്നായിരിക്കും കുളിക്കേണ്ടത്. കൊള്ളാം. നല്ലൊരു ക്ലോസറ്റ്, വാഷ് ബേസിൻ പരിപാടികൾ. നൈസ്. ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, നമ്മളൊരു പ്രോപ്പർട്ടി ഷോ അല്ലാത്തതുകൊണ്ട്. ഇത് ദീപക്കേട്ടൻ ഇവിടെ ജീവിക്കുന്ന രീതികൾ എന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയെല്ലാം ദീപക്കേട്ടൻ വന്നിട്ട് എന്തൊക്കെയാണ് പ്ലാൻ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ, ഷൂട്ടിംഗ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത് നമ്മൾ ഇനി ചോദിച്ചും കണ്ടും തന്നെ അറിയണം. കാരണം ദീപക്കേട്ടൻ ഇതിപ്പോൾ നമ്മളുടെ മങ്തൻ്റെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പക്ഷേ മാക്സിമം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലങ്ങൾ. പിന്നെ അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഇനി ദീപക്കേട്ടൻ വന്നിട്ട് ദീപക്കേട്ടനെ കാണിക്കാം, ദീപക്കേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം.